സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് ജേസും സ്ട്രാപ്പി CMSഉം യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ജേസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ 14ഉം സ്ട്രാപ്പിയുടെ ലേറ്റസ്റ്റ് വേർഷനായ സ്ട്രാപ്പി 4ഉം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാപ്പി റൺ ചെയ്യണമെങ്കിൽ ഒരു ഡാറ്റാബേസ് വേണം. മീൻസ് നമുക്ക് സ്ട്രാപ്പിയുടെ കൂടെ ഏത് ഡാറ്റാബേസ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് MySQL ആണ്. സോ MySQL ഡാറ്റാബേസ് ലോക്കലി റൺ ചെയ്യണമെങ്കിൽ ഒരു അപ്പാച്ചെ സെർവർ റൺ ചെയ്യണം. സോ ഇതെല്ലാം കൂടെ ചേർന്നൊരു ബണ്ടിൽ, അതായത് മാമ്പ് എന്ന സോഫ്റ്റ്വെയർ ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് ലോക്കലി യൂസ് ചെയ്യാം. ഈ മാമ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാമ്പ് റൺ ചെയ്യുന്ന ടൈമിൽ തന്നെ അപ്പാച്ചെ സെർവറും MySQL ഡാറ്റാബേസും അത് ഗ്രാഫിക്കലി മാനേജ് ചെയ്യാൻ വേണ്ടി PHP MyAdminനും എല്ലാം അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി റൺ ആവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാമ്പ് ഡൗൺലോഡ് ചെയ്യാം. mam.info എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ പോയാൽ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മാമ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, സോ ഓൾറെഡി മാമ്പ് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മാമ്പ് സ്റ്റാർട്ടായി. ഇനി മാമ്പിൻ്റെ പ്രിഫറൻസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോർട്സ് കാണും. അപ്പാച്ചെ സെർവർ റൺ ആവുന്നത് 8888 എന്ന പോർട്ടിലാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് :8888. യെസ്, മാമ്പ് റൺ ആവുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും MySQLൻ്റെ പോർട്ട് 8889. ഇത് നമുക്കിപ്പോൾ വേണ്ട, പക്ഷേ നമ്മുടെ സ്ട്രാപ്പി കോൺഫിഗർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് ആവശ്യമായി വരും. ഓക്കെ, ഇനി PHP MyAdmin എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ച് നമുക്ക് MySQL ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് നെയിം strapi-blog-cms. strapi blog CMS എന്ന പേരിലൊരു ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളൊരു സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്ട്രാപ്പിയുടെ വെബ്സൈറ്റിൽ കയറാം. സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട കോഡ് ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് നമുക്കിതിൽ ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. ഇത് പ്രൊജക്റ്റ് നെയിമാണ്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. CD കോഡ് npx create strappy app latest. ഈ കമാൻഡ് റൺ ചെയ്യുക. സോ ഈ കമാൻഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രാപ്പി ആപ്പിൻ്റെ പേര് strapi-blog-cms. ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് പകരം ഞാനിവിടെ കസ്റ്റം സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്. വിത്ത് കസ്റ്റം എന്ന് പറഞ്ഞാൽ മാനുവൽ സെറ്റിങ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ. ദാറ്റ് മീൻസ് എനിക്കിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. നമ്മളിവിടെ കോഡിംഗ് സെക്ഷനിലൊന്നും കിടക്കില്ല, കാരണം സ്ട്രാപ്പിൽ നമ്മൾ കോഡിങ്ങേ ചെയ്യുന്നില്ല. പകരം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് സ്ട്രാപ്പിൻ്റെ ഡാഷ്ബോർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, API കോൺഫിഗർ ചെയ്യണം. അവിടെ തന്നെ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ആ ഡാറ്റ നമുക്ക് API വഴി ആക്സസും ചെയ്യാം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജേസ് ആപ്പിലേക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സ്ട്രാപ്പി ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റാബേസ് സ്ട്രാപ്പിയുടെ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് MySQL ആണ്. ഈ MySQL റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാമ്പ് ലോക്കലി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമ്പ് ഇൻസ്റ്റാൾ ആക്കിയത്. നമ്മുടെ സിസ്റ്റത്തിൽ ലോക്കലി ഈ ഡാറ്റാബേസ് റൺ ആവണം. ഓക്കെ, സോ നമ്മൾ സ്ട്രാപ്പി സെറ്റപ്പ് ചെയ്യാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ MySQL ഡാറ്റാബേസ് സെലക്ട് ചെയ്തു. strapi-blog-cms ഇത് തന്നെയാണ് ഡാറ്റാബേസിൻ്റെ പേര്. നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് strapi-blog-cms നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ പേര് തന്നെയാണ് അവിടെ വന്നത്. സോ ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, അതായത് 127.0.0.1 ലോക്കൽ ഹോസ്റ്റാണ്. ലോക്കലി ഈ ഡാറ്റാബേസ് റൺ ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ പോർട്ട് കാണുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് 3306 ആണ് ഇവിടെ പോർട്ട് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ പോർട്ട് അതല്ല. മാമ്പ് റൺ ചെയ്യുക. മാമ്പിൽ പ്രിഫറൻസിൽ MySQL പോർട്ട്
8889 ഈ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇനി മാമ്പിൽ ഡീഫോൾട്ടായിട്ട് റൂട്ട് യൂസർ നെയിമും റൂട്ട് തന്നെയാണ് പാസ്വേഡും വരുന്നത്. സോ റൂട്ട് നമ്മൾ അടിക്കുന്നു, ജസ്റ്റ് എൻ്റർ. നമ്മളിവിടെ നോ കൊടുക്കുകയാണ്. സോ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ആവും. സോ നമ്മുടെ സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ജസ്റ്റ് LS അടിച്ച് കാണാം. CD സ്പേസ് സ്ട്രാപ്പി ബ്ലോക്ക് CMS നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറിയിലേക്ക് കയറാം. ജസ്റ്റ് VS കോഡ് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ VS കോഡിൻ്റെ ടെർമിനലിൽ തന്നെ നമ്മുടെ സ്ട്രാപ്പി ആപ്പ് റൺ ചെയ്യാൻ പോവുകയാണ്. സ്ട്രാപ്പി ആപ്പ് റൺ ചെയ്യാനുള്ള കമാൻഡ് npm run develop. സോ npm run develop അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് localhost 1337 എന്ന പോർട്ടിൽ റൺ ആവും. ഫസ്റ്റ് സ്ട്രാപ്പി യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂസർ സൈനപ്പ് ചെയ്യണം, കാരണം ഒരു അഡ്മിൻ വേണമല്ലോ സ്ട്രാപ്പി യൂസ് ചെയ്യണമെങ്കിൽ. സോ ഞാൻ എൻ്റെ പേരിൽ ഇമെയിൽ ID പാസ്വേഡ് കൊടുക്കുക. സോ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഞാനിവിടെ സൈനപ്പ് ചെയ്യുകയാണ്. സോ ഇതാണ് നമ്മുടെ സ്ട്രാപ്പി ഡാഷ്ബോർഡ്. ഓക്കെ, ഡാർക്ക് മോഡ് ആക്കുകയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലോഗിലേക്ക് ഒരു ഹോം പേജ് വേണം. ബ്ലോഗിൽ ഹോം പേജിൽ ഒരു കണ്ടൻറ്റ് കാണിക്കണം. ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പേജാണ്. ഓക്കെ, അപ്പോൾ ആ സിംഗിൾ പേജിന് ഒരു സിംഗിൾ ടൈപ്പ് കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ക്രിയേറ്റ് ന്യൂ സിംഗിൾ ടൈപ്പ് എന്ന കളക്ഷൻ കാണാം. ഇവിടെ ഞാനിവിടെ ഹോം പേജ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഹോം പേജിലേക്ക് എനിക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു ടൈറ്റിൽ മാത്രമാണ് കാണിക്കുന്നത്. സോ ടൈറ്റിൽ എന്നൊരു ടെക്സ്റ്റ് ഫീൽഡ് അവിടെ ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് സേവ് ചെയ്യുക. ഇത്ര ആലോചിച്ചാൽ മതി. കണ്ടൻറ് ടൈപ്പ് ഫസ്റ്റ് ആഡ് ചെയ്യുക. അതായത് എന്തൊക്കെ ടൈപ്പ് കണ്ടൻ്റാണ് നമുക്കവിടെ ആ ഒരു പേജിലേക്ക് വേണ്ടതെന്നുള്ളത്. ഇനി കണ്ടൻറ് മാനേജറിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ ഹോം പേജ് കാണാം. അവിടെ നമ്മൾ എന്താ കൊടുക്കുക, ഹോം പേജ് ടൈറ്റിൽ Next.js സ്ട്രാപ്പി ബ്ലോഗ്. ഈ ഒരു കണ്ടൻ്റാണ് എനിക്ക് ഹോം പേജിൽ കാണിക്കേണ്ടത്. ഓക്കെ, ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ Next.js ആപ്പ് വെച്ചുണ്ടാക്കിയ ഫ്രണ്ട് എൻഡിലാണ് എനിക്ക് ഈ ഡാറ്റ കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ കോഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതും ഫുൾ ബാക്ക് എൻഡ് പാർട്ടാണ്. ബാക്ക് എൻഡ് പാർട്ടിലെ ഡാഷ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാപ്പി CMS ആണ്. സ്ട്രാപ്പി ഒരു ഹെഡ്ലെസ് CMS ആണ്. ഹെഡ്ലെസ് CMS എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ, നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഒരു API ആയിട്ട് സ്ട്രാപ്പി തരും. ഈ API നമുക്ക് ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ കണ്ടൻറ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടൻറ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പേജിലും നമുക്ക് സിംഗിൾ ടൈപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് ഹോം പേജ്, എബൌട്ട് പേജ്, കോൺടാക്ട് പേജ്, അതിലേക്കൊക്കെ വേണ്ട ഡാറ്റകൾ, അതിലേക്ക് വരുന്ന ഡാറ്റകൾ നമ്മൾ എന്താക്കും, ഓരോ സിംഗിൾ ടൈപ്പായി ക്രിയേറ്റ് ചെയ്യും. ആ പേജിലേക്ക് ഏതൊക്കെ ടൈപ്പ്, അതായത് ഒരു ഇമേജ് കാണിക്കാനുണ്ട്, ഒരു ടൈറ്റിൽ കാണിക്കാനുണ്ട്, ഒരു ഡെസ്ക്രിപ്ഷൻ കാണിക്കാനുണ്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓരോ കണ്ടൻറ് ടൈപ്പ്, ഓരോ ഫീൽഡായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാനൊരു ടൈറ്റിൽ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ടൈറ്റിൽ കണ്ടൻറ് ടൈപ്പ് ആഡ് ചെയ്തു. കണ്ടൻറ് മാനേജറിൽ പോയി സിംഗിൾ ടൈപ്പിലെടുത്തു. അവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ളൊരു ഇൻപുട്ട് ഫീൽഡ് വന്നിട്ടുണ്ട്, അവിടെ ആഡ് ചെയ്തു, സേവ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഇനി നമ്മളിത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ GraphQL യൂസ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഓക്കെ, സ്ട്രാപ്പി ഓൾറെഡി REST API നമുക്ക് തരുന്നുണ്ട്. മീൻസ് ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് പോവുക, റോൾസ് പബ്ലിക്, ഇവിടെ ഹോം പേജ് എടുത്ത് ഹോം പേജിൽ ഫൈൻഡ്, ഈ ഒരു പെർമിഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ API നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഈ API വഴിയാണ് ഹോം പേജിൻ്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇത് REST API ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് GraphQL എൻഡ് പോയിൻ്റ് ആണ്. ഓക്കെ, തൽക്കാലം ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ ഫൈൻഡ് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ,
സെറ്റിങ്സ് യൂസേഴ്സ് ആൻഡ് പെർമിഷൻസ് പ്ലഗിൻ്റെ അണ്ടറിൽ റോൾസ് എടുക്കുന്നു, അവിടെ പബ്ലിക്കിൻ്റെ അണ്ടറിൽ ഹോം പേജ് എടുക്കുന്നു, ഫൈൻഡ് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, സോ ലോക്കൽ ഹോസ്റ്റ് 1337/API/home page. ഓക്കെ, സോ നമ്മൾ അടിച്ച ഡാറ്റ ഇവിടെ ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ടൈറ്റിലിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ API നമുക്ക് യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ ഈ ഡാറ്റ നമുക്ക് ഷോ ചെയ്യിപ്പിക്കാം. ഓക്കെ സർ, ഇത് റെസ്റ്റ് API വഴിയുള്ള മെത്തേഡാണ്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് GraphQL വഴിയുള്ള മെത്തേഡ്, സ്ട്രാപ്പി GraphQL. ഓക്കെ, GraphQLൻ്റെ പ്ലഗിൻ npm വഴി npm run strapi install GraphQL. വേറൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, npm run strapi install GraphQL. നമ്മുടെ സ്ട്രാപ്പി ആപ്പിൻ്റെ ഉള്ളിലാണ് ഈ കമാൻഡ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ GraphQL പ്ലഗിൻ നമ്മളെ സ്ട്രാപ്പി ആപ്പിൽ ഇൻസ്റ്റാൾ ആയി. നമ്മുടെ സ്ട്രാപ്പി ആപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ആൻഡ് ഒന്നുകൂടെ റൺ ചെയ്യണം. npm run ഡെവലപ്പ് തന്നെ. ഓക്കെ, റണ്ണായി. /admin. ഇനി നമ്മളിവിടെ ജനറലിൻ്റെ അണ്ടറിൽ പ്ലഗിൻസ് ടാബ് കാണാം. എടുത്ത് നോക്കുമ്പോൾ അവിടെ GraphQL. സോ GraphQL ഈ പ്ലഗിൻസിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ ദാറ്റ് മീൻ ഇത് ഇനി GraphQL വഴിയാണ് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുണ്ടാക്കിയവിടെ ഹോം പേജിൻ്റെ ഡാറ്റ GraphQL വഴി നമുക്ക് ആക്സസ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ജസ്റ്റ് ചെക്ക് ചെയ്യാം GraphQL. ഒരു ക്വറി ചെയ്താൽ GraphQL ക്വറിയാണ്. ക്വറി ഹോം പേജ് ഡാറ്റയുടെ അണ്ടറിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ടൈറ്റിൽ API/home page. ഡാറ്റയുടെ അണ്ടറിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ടൈറ്റിലാണ് ഈ ടൈറ്റിൽ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഡാറ്റയുടെ അണ്ടറിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ടൈറ്റിൽ. ഓക്കെ, സോ നമ്മളിവിടെ പ്ലേ ചെയ്യുന്ന ടൈമിൽ റൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡാറ്റ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ സ്ട്രാപ്പിൽ എൻ്റർ ചെയ്ത ഡാറ്റയാണിത്, ഹോം പേജിൽ ഒരു ടൈറ്റിൽ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബ്ലോഗിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഇനി പോസ്റ്റുകൾ. ബ്ലോഗിൽ നമ്മൾ പോസ്റ്റുകളാണല്ലോ എഴുതുന്നത്. സോ പോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റുകൾ, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ദാറ്റ് മീൻസ് കണ്ടൻറ് ടൈപ്പിൽ നമ്മൾ സിംഗിൾ ടൈപ്പ് അല്ല വേണ്ടത്, കുറേ പോസ്റ്റുകൾ കൊണ്ട് വരാം. ദാറ്റ് മീൻസ് ഒരു കളക്ഷൻ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ടൈപ്പ്. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ് പോസ്റ്റാണ്, അതായത് റെസ്റ്റ് APIൻ്റെ മെത്തേഡുകളല്ല പറയുന്നത്. അതായത് ഒരു ബ്ലോഗിലേക്ക് വേണ്ട പോസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു. പോസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ഫീൽഡുകളാണ് വേണ്ടത്? ഒരു ടൈറ്റിൽ വേണം. ഓക്കെ, ഇനി വേണ്ടത് ഒരു ടൈറ്റിൽ കഴിഞ്ഞ ഒരു കണ്ടൻറ്റ് വേണം. ഒരു ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ വേണം. അത് ഹോം പേജിൽ കാണിക്കാനാണ്. ടൈറ്റിലും ഷോർട്ട് ഡെസ്ക്രിപ്ഷനും ഇമേജും ഇത് മൂന്നും ഹോം പേജിലേക്ക് കാണിക്കാനാണ്. ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ. സോ ടൈറ്റിൽ, ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ, ഒരു ഇമേജ് കൂടെ കൊടുക്കാം. മീഡിയയിൽ സിംഗിൾ മീഡിയ, ഒരു സിംഗിൾ മീഡിയ മാത്രമേ കൊടുക്കുന്നു, മൾട്ടിപ്പിൾ മീഡിയ കൊടുക്കുന്നില്ല. ഒറ്റ ഇമേജ് മാത്രം കാണിച്ചാൽ മതി നമുക്ക്. ഒരു ബ്ലോഗ് പോസ്റ്റിന് ഒരു ഇമേജ്. സോ ഒരു ഇമേജും കൊടുത്തു, ഫിനിഷ് ചെയ്തു. ദാറ്റ് മീൻസ് ഒരു ഇമേജ് വന്നു, ഒരു ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ, കണ്ടൻറ്റ്, ടൈറ്റിൽ. ഇത് നമുക്ക് ഹോം പേജിൽ കാണിക്കാനാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേജിൽ, പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകുമ്പോൾ ഈ ഡാറ്റ ഫുള്ളും കാണിക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ സേവ് ചെയ്യുകയാണ്. സോ ഇനി കണ്ടൻറ് മാനേജറിൽ പോവുക, പോസ്റ്റ്. ഓക്കെ, പോസ്റ്റിൽ പോയിട്ട് 2 പോസ്റ്റുകൾ മീൻസ് ഒരു ഫസ്റ്റ് പോസ്റ്റ്. This is my first blog post. Short description, content. ഞാനൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ,
image, upload, finish. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി. ഓരോ പോസ്റ്റിനും ഓരോ സ്ലഗ് വേണം. സ്ലഗ് മീൻസ് അതിൻ്റെ ടൈറ്റിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ URL ആണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ഫുൾ സ്മോൾ ലെറ്ററിൽ ഫസ്റ്റ് -പോസ്റ്റ് എന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. അതാണ് സ്ലഗ്. സോ മീൻസ് കണ്ടൻറ് ടൈപ്പ് ബിൽഡറിൽ പോവുക, പോസ്റ്റ് എടുക്കുന്നു, മീൻസ് ടെക്സ്റ്റിലൊരു സ്ലഗ്. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ID, ഓരോ പോസ്റ്റിനും യുണീക്ക് ആയിട്ടുള്ള ഒരു ID. ഓക്കെ, നമ്മൾ സ്ലഗ് ആഡ് ചെയ്തു. ഇനി പോസ്റ്റിൽ കണ്ടൻറ് ടൈപ്പ് മാനേജർ പോസ്റ്റ് പോവുക, ഫസ്റ്റ് പോസ്റ്റ് എടുക്കുന്നു, സ്ലഗ് ഫസ്റ്റ് -പോസ്റ്റ് എന്ന സ്ലഗ് ഞാൻ ആഡ് ചെയ്തു, സേവ് കൊടുക്കും. ഓക്കെ, ഇതേപോലെ ഞാൻ വേറൊരു പോസ്റ്റ്, അതായത് അവിടെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ലൈനുകൾ. ഓക്കെ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, സെയിം പോസ്റ്റ് രണ്ടാമത് വന്നു. എന്നിട്ട് ഫസ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് മാറ്റി ഞാൻ സെക്കൻഡ് എന്നാക്കി. ദിസ് ഈസ് മൈ സെക്കൻഡ് ബ്ലോഗ്. ഓക്കെ, ദിസ് ഈസ് മൈ സെക്കൻഡ് ബ്ലോഗ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ബ്ലോഗ് എന്നാക്കി. സ്ലഗ് ഇമേജ്, വേറൊരു ഇമേജ് ആഡ് ചെയ്യാണ്, സേവ് കൊടുത്തു, പബ്ലിഷ് കൊടുത്തു. പബ്ലിഷ് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് സെറ്റിങ്സ് പോകുന്നു, റോൾസ്, പബ്ലിക്, പോസ്റ്റ്. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് API ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, API ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫൈൻഡ് 1 കൊടുക്കുകയാണ്. ഫൈൻഡ് മീൻസ് ഹോം പേജിലേക്ക് എല്ലാ പോസ്റ്റുകളും ഒരുമിച്ച് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ. ഇനി ഡീറ്റെയിൽസ് പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പോസ്റ്റ് സിംഗിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് ഫൈൻഡ് 1. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. നമ്മൾ വീണ്ടും ഗ്രാഫിക്കിലെത്തി. അവിടെ വീണ്ടും ഒരു കുറേ ഇതാണ്, അതായത് പോസ്റ്റ് എന്ന് പറഞ്ഞ കളക്ഷൻ. കണ്ടൻറ് ടൈപ്പിൻ്റെ അണ്ടറിൽ ഡാറ്റ, അതിൻ്റെ അണ്ടറിൽ ആട്രിബ്യൂട്ട്സ്, ടൈറ്റിൽ, കണ്ടൻറ്റ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ഇമേജ്. റൺ ചെയ്യുന്നു. നമ്മൾ കുറേ റൺ ചെയ്ത നിലവിൽ 2 പോസ്റ്റ് വന്നിട്ടുണ്ട്. സോ എവറിത്തിങ് ഡൺ. സ്ട്രാപ്പി CMSൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളൊരു Next.js ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. npx create next app latest. ഓക്കെ, നമ്മൾ സ്ട്രാപ്പി ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് Next.js strappy blog. Next.js strappy blog. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. വുഡ് യു ലൈക്ക് ടു യൂസ് ടൈപ്പ്സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ESLint റൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. Tailwind CSS നമ്മൾ യൂസ് ചെയ്യുന്നില്ല. SRC ഡയറക്ടറി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. SRC ഡയറക്ടറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഡ് മൊത്തം SRC എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിയുടെ അണ്ടറിലായിരിക്കും വരിക. ഓക്കെ, SRC എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കോഡ് മൊത്തം ചെയ്യേണ്ടി വരിക. അതിൻ്റെ ആവശ്യം ഇല്ല. ഡിഫോൾട്ടായിട്ട് നോ ആണ്. അത് നമ്മൾ നോ തന്നെ കൊടുക്കും. ഇനിയാണ് നമുക്ക് വുഡ് യു ലൈക്ക് ടു യൂസ് ആപ്പ് റൂട്ടർ. 2 റൂട്ടിംഗ് മെക്കാനിസമാണ് Next.jsലുള്ളത്, പേജ് റൂട്ടറും ആപ്പ് റൂട്ടറും. പേജ് റൂട്ടർ പഴയ മെത്തേഡാണ്. ആപ്പ് റൂട്ടർ പുതിയ വേർഷനിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, നമ്മളിവിടെ ആപ്പ് റൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ഡിഫോൾട്ട് ഇമ്പോർട്ട് ആലിയാസ് നോ, ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ Next.js ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. Next.js strappy blog cd Next.js strappy blog VS കോഡ് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് പ്രൊജക്റ്റ്. കോഡ് ഇത് വേറൊരു വിൻഡോയിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, VS കോഡിന് തന്നെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. അവിടെ npm run dev സ്ട്രാപ്പി ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm run develop കമാൻഡാണ് യൂസ് ചെയ്തത്. ഇവിടെ Next.js ആപ്പ് റൺ ചെയ്യാൻ വേണ്ടി npm run dev എന്ന കമാൻഡ് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന പോർട്ടിൽ നമ്മുടെ Next.js ആപ്പ് റൺ ആയിട്ടുണ്ട്. സോ ലോക്കൽ ഹോസ്റ്റ് 1337 എന്ന പോർട്ടിൽ നമ്മുടെ സ്ട്രാപ്പി ആപ്പും ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന പോർട്ടിൽ നമ്മുടെ Next.js ആപ്പും റൺ ആവുന്നുണ്ട്.
Next.js ആപ്പിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന പേജാണിത്. ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ എഡിറ്റിംഗ് app/page.tsx. app/page.tsx എന്ന ഫയലാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യാം. ആപ്പിൽ page.tsx, യെസ്, ഈ കണ്ടൻ്റാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ട ഹോം പേജ് ഇതല്ല. ജസ്റ്റ് ഇതെല്ലാം ക്ലിയർ ചെയ്യാണ്. സോ നമുക്ക് ക്ലിയർ ചെയ്തു. ഇവിടെ നമ്മൾ ഡിവോട്ട് ടു ഹായ്, യെസ്, ഹായ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു global.css എന്നൊരു ഫയൽ കാണാം. അതായത് നമ്മുടെ Next.js ആപ്പ്, മൊത്തത്തിലുള്ള Next.js ആപ്പിലേക്ക് വരേണ്ട എല്ലാ സ്റ്റൈലുകളും global.cssലാണ് കൊടുക്കുന്നത്. ഡീഫോൾട്ടായിട്ട് കുറച്ച് സ്റ്റൈലുകൾ ഇവിടെ Next.js തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനിതെല്ലാം ഒഴിവാക്കുകയാണ്. ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഓക്കെ, സോ ഒരു ബ്ലാങ്ക് വൈറ്റ് പേജ്, അവിടെ ഒരു ഹായ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വന്നു. ഈ ഹായ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആപ്പ് ഡയറക്ടറിയുടെ ഉള്ളിൽ page.tsx എന്ന ഫയലിൽ നിന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തെല്ലാം ഒഴിവാക്കുകയാണ്. ജസ്റ്റ് റിട്ടേൺ ഹായ്. ഓക്കെ, നമ്മുടെ API അവിടെ ഓക്കെ ആണ്. ഇനി API എന്നുള്ള ഡാറ്റ, ദാറ്റ് മീൻസ് സ്ട്രാപ്പിൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ച ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ Next.js ആപ്പിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഷോ ചെയ്യിപ്പിക്കാൻ പറ്റൂ. ഇപ്പോൾ GraphQL വഴി നമ്മൾ Next.jsലേക്ക് ഡാറ്റ എത്തിക്കണമെങ്കിൽ GraphQL റിക്വസ്റ്റ് എന്നൊരു പാക്കേജ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ Next.js ആപ്പിൽ GraphQL റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഇൻസ്റ്റാളായി. env ഫയൽ ക്രിയേറ്റ് ചെയ്യാം. .env.local എൻവയറോൺമെൻറ്റ് വേരിയബിൾ ആണ് env എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലോക്കലി യൂസ് ചെയ്യേണ്ട എൻവയറോൺമെൻറ്റ് വേരിയബിൾസ്. നെക്സ്റ്റ് പബ്ലിക് GraphQL URL എന്നൊരു വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു URL ഞാനിവിടെ കൊടുക്കുകയാണ്, അസൈൻ ചെയ്തു. ഓക്കെ, env.local. ഇത് നമുക്ക് ഈ ആപ്പ് മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. എൻവയറോൺമെൻറ്റ് വേരിയബിൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്പിലേക്ക് വേണ്ടി മൊത്തം ഏത് പേജിലും ഏത് കോമ്പണൻറ്റിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് എന്നത് മസ്റ്റായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് പബ്ലിക്, നെക്സ്റ്റ് അണ്ടർസ്കോർ പബ്ലിക് അണ്ടർസ്കോർ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് GraphQL URL ആണ് വേണ്ടത്. അപ്പോൾ GraphQL URL ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എൻകോഡ് ചെയ്തു. ഇനി നമുക്ക് API സർവീസ്, ഇനി ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, API സർവീസ്. ഓക്കെ, API സർവീസിനുള്ളിൽ query.ts, അതായത് ഈ ഹോം പേജിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ട ഈ ക്വറിയും എല്ലാ പോസ്റ്റിനും ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ട ഈ ക്വറിയും എന്ത് ചെയ്യണം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു query.ts എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹോം പേജിന് വേണ്ട ഡാറ്റ കിട്ടാൻ ആവശ്യമായ ക്വറി ഞാനിവിടെ എൻ്റർ ചെയ്തു. അത് ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇനി API service.ts ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ്, API service.ts എന്നൊരു ഫയൽ. ഒരു ഫംഗ്ഷൻ ഇതാണ്, ലോഡ് ഹോം പേജ്. അവിടെ ഞാനൊരു ഫംഗ്ഷൻ എഴുതി, അത് ലോഡ് ഹോം പേജ് എന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, ഈ ഹോം പേജിലെ ഡാറ്റ കിട്ടാൻ ആവശ്യമായ ഒരു API സർവീസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയത്. അതിലേക്ക് ആവശ്യമായ, അതായത് നമുക്ക് ഈ API കോൾ ചെയ്യണം, ഈ GraphQL എൻഡ് കോൾ ചെയ്യണം. ഇത് എന്ത് ചെയ്യണം, ഈ ഹോം പേജിലെ ക്വറി വെച്ചിട്ട്. ഈ ഹോം പേജിലെ ക്വറി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഫംഗ്ഷനും എക്സ്പോർട്ട് ഈ API സർവീസ് ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇതെവിടെയാണ് കോൾ ചെയ്യേണ്ടത്, നമ്മുടെ ഹോം പേജിൽ.
ഹോം പേജ് എടുക്കുന്ന ടൈമിൽ ലോഡ് ഹോം പേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യണം. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഗ്രാഫ്ക്യൂൽ റിക്വസ്റ്റ് എന്ന പാക്കേജിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫ്ക്യൂൽ റിക്വസ്റ്റിലേക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഗ്രാഫ്ക്യൂലിൻ്റെ URL നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് പബ്ലിക് ഗ്രാഫ്ക്യൂൽ URL എന്ന് പറഞ്ഞ എൻവയറൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. process.env.next പബ്ലിക് ഗ്രാഫ്ക്യൂൽ URL എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിയബിളിൽ, അതായത് ഈ വേരിയബിളിലുള്ള ഈ കണ്ടൻറ്റ് എന്ത് ചെയ്യും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫ്ക്യൂൽ URL എത്തും. ഓക്കെ, ഈ ഗ്രാഫ്ക്യൂൽ URL കൂടെ നമ്മുടെ ഓൾറെഡി സ്റ്റാറ്റിക്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കൊറി എന്ത് ചെയ്യും, അതും ഇവിടെ എത്തി. കൂടെ എന്ത് ചെയ്തു, വേരിയബിൾസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. റെസ്പോൺസിൻ്റെ ഉള്ളിൽ, ഹോം പേജിൻ്റെ ഉള്ളിൽ, ഡാറ്റൻ്റെ ഉള്ളിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും ഈ ഫംഗ്ഷൻ, ഇത് ലോഡ് ഹോം പേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. മോഡൽസ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിൽ മോഡൽസ്. ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വലിയൊരു കാര്യമൊന്നുമില്ല. ടൈപ്പ് സ്ക്രിപ്റ്റ് വരുന്ന ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ്, അതായത് സ്ട്രിങ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, നമ്പറാണോ, വരുന്ന ഡാറ്റകളിൽ ഏതൊക്കെ വരുന്നുണ്ട്, അതായത് ഹോം പേജിലേക്ക് ഏതൊക്കെ ഡാറ്റ വരുന്നുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒരു ഫയലിനകത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. കോഡിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫീച്ചർ, അതാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, എക്സ്പോർട്ട് ഇൻ്റർഫേസ് ഹോം പേജിലേക്ക് വരുന്ന ഡാറ്റ. ഓക്കെ, ടൈറ്റിൽ എന്ന് പറഞ്ഞ ഡാറ്റ വരുന്നു, അത് സ്ട്രിങ് ആണ്. സ്ട്രിങ് ആയിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം പേജിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ കൊടുത്തു. ഓക്കെ, ഹോം പേജിലേക്ക് വരുന്ന ഡാറ്റയുടെ ടൈപ്പ് ഡിക്ലെയർ ചെയ്താണ് ഇവിടെ. ഇനി നമുക്ക് ഹോം പേജ് ഒന്ന് കോഡ് ചെയ്യാം. page.tsx മൊത്തം മാറ്റാണ് ഇവിടെ. സോ നമ്മൾ ഹോം പേജിലെത്തി. ഹോം പേജിൽ എന്തുണ്ട്, ലോഡ് ഹോം പേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ലോഡ് ഹോം പേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ലോഡ് ഹോം പേജ് ഫംഗ്ഷൻ എന്താ ഇവിടെയാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനിലെത്തും. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ കൊറി കൊടുത്തിട്ടുണ്ട്. ഈ കൊറിയും ഗ്രാഫ്ക്യൂൽ URLലേക്ക് ഈ കൊറി വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡാറ്റ കിട്ടും, ഇതാ ഇവിടെ കൊടുത്ത ഈ ഒരു ഡാറ്റ എവിടെ കിട്ടും, ഇവിടെ റെസ്പോൺസ് ആയി കിട്ടും. ഓക്കെ, ഈ റെസ്പോൺസിന് അണ്ടറിൽ, ഹോം പേജിൻ്റെ അണ്ടറിൽ, ഡാറ്റേൻ്റെ അണ്ടറിൽ, ആട്രിബ്യൂട്ട്സ്. ഓക്കെ, റെസ്പോൺസിന് അണ്ടറിൽ, ഹോം പേജിൻ്റെ അണ്ടറിൽ, ഡാറ്റേൻ്റെ ഉള്ളിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടും, ടൈറ്റിൽ എന്ന് പറഞ്ഞ വാല്യൂ, ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫീൽഡ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫീൽഡ് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഹോം പേജിൽ. സോ ഹോം പേജ് ഡാറ്റേൻ്റെ പറഞ്ഞ ഒബ്ജക്റ്റ്, ദാറ്റ് മീൻസ് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ടൈറ്റിൽ, ഹോം പേജ് ഡാറ്റേൻ്റെ അകത്ത് ടൈറ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ടൈറ്റിൽ ഹോം പേജിൽ ഷോ ചെയ്യിക്കും. യെസ്, ഓക്കെ, നമ്മൾ എവിടെ കൊടുത്ത ഡാറ്റയാണിത്, സ്ട്രാപ്പി ഡാഷ്ബോർഡിൽ ഹോം പേജ് എന്ന് പറഞ്ഞ സിംഗിൾ ടൈപ്പിന് അണ്ടറിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടാക്കി അവിടെ കൊടുത്ത ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ Next.js ആപ്പിൽ എത്തിയത് ഇപ്പോൾ. ഓക്കെ, ഗ്രാഫ്ക്യൂൽ വഴി എത്തി. ഇനി ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോം പേജിൽ നമുക്ക് പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്യിക്കണം. അതായത് നമ്മൾ ഇത് 2 പോസ്റ്റുകളില്ലേ, അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, സോ നമ്മൾ പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, കൊറി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടേ, ഈ ഒരു ഡാറ്റ നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് ഷോ ചെയ്യിപ്പിക്കാൻ പറ്റും. അവിടെ ഈ ഡാറ്റ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഗ്രാഫ്ക്യൂൽ എൻഡ് പോയിന്റിലേക്ക് ഈ കൊറി വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, സോ കൊറി എന്ത് ചെയ്യണം, ഇവിടെ ഡിഫൈൻ ചെയ്യണം, പോസ്റ്റ് കൊറി. ഓക്കെ, അതിവിടെ എക്സ്പോർട്ടും കൊടുക്കുക. ഈ കൊറി എന്താ പറയുന്നത്, പോസ്റ്റ് എന്ന് പറഞ്ഞ കളക്ഷൻ അണ്ടറിലുള്ള ഈ വേരിയബിൾസ് എല്ലാം, ID, ആട്രിബ്യൂട്ട്സ് അണ്ടറിൽ ടൈറ്റിൽ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, കണ്ടൻറ്റ് വേണ്ട, കണ്ടൻറ്റ് നമ്മൾ ഹോം പേജിൽ ഷോ ചെയ്യിപ്പിക്കുന്നില്ല, സോ കണ്ടൻറ്റ് വേണ്ട. സ്ലഗ് ഇമേജ്
ഇതെല്ലാം എന്ത് ചെയ്യണം, ഹോം പേജിലേക്ക് കിട്ടണം. ഏതൊക്കെ പോസ്റ്റാണോ ഉള്ളത് അതെല്ലാ പോസ്റ്റും അവിടെ ലിസ്റ്റ് കിട്ടണം. ആ എല്ലാ പോസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഈ വാല്യൂസും എന്ത് ചെയ്യണം, അവിടെ എത്തണം. ഓക്കെ, സോ അതിനുള്ള കുറേ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഏതാ, ലോഡ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, query ലോഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ലോഡ് പോസ്റ്റ്. ഓക്കെ അല്ലേ? ഈ query എവിടെ നിന്ന് കിട്ടുന്നു? query എന്ന് പറഞ്ഞാൽ ഫയലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ query പോസ്റ്റ്, എല്ലാ പോസ്റ്റും ലിസ്റ്റ് ചെയ്യാനുള്ള query. ഈ പോസ്റ്റ് queryൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ GraphQL URLലേക്ക് ഈ പോസ്റ്റിൻ്റെ query വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റിക്വസ്റ്റ് അയക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, എല്ലാ പോസ്റ്റിൻ്റെയും ഡാറ്റ എന്ത് ചെയ്യുന്നു, ഹോം പേജിൽ കിട്ടും. അപ്പോൾ ഹോം പേജിൽ തന്നെയാണ് ഈ API കോൾ ചെയ്യേണ്ടത്, പോസ്റ്റ് ഡാറ്റ. ഓക്കെ, ഇവിടെ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനിയെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എറർ മാറി കിട്ടും. പക്ഷേ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഡാറ്റയുടെ ഫോർമാറ്റ് സ്ട്രക്ചർ ചെയ്തിട്ട് കോഡിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് നമ്മൾ മോഡൽസിൻ്റെ അകത്ത് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം ഞാൻ. അതിൽ വരുന്ന ടൈറ്റിൽ, കണ്ടൻറ്റ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം സ്ട്രിങ് ആയിട്ടാണ്. കണ്ടൻറ്റ് സ്ട്രിങ് അല്ല, ടൈറ്റിലും ഷോർട്ട് ഡിസ്ക്രിപ്ഷനും സ്ട്രിങ് ആയിട്ട് വരുന്നു, സ്ലെഗും കൂടെ. ഇമേജ് എന്ന് പറഞ്ഞൊരു ഫീൽഡോടെ വരുന്നുണ്ട്. ഇമേജിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, ഡാറ്റയുടെ അണ്ടറിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ, URL. ഓക്കെ, അതിനെ മൊത്തമായിട്ട് ഞാനൊരു വേറൊരു മോഡലാക്കി അത് ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. വളരെ എളുപ്പമായിട്ടുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കണ്ടൻറ്റ് ഞാൻ എനി ടൈപ്പ് കൊടുക്കും, കാരണം അത് ബ്ലോക്സ് ആയിട്ടാണ് വരുന്നത്, ഒരു അറേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇനി കൊടുക്കുകയാണ്. ഓക്കെ, സോ എവറിത്തിങ് ഡൺ. ജസ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഗുണം ഇതാണ്. ജസ്റ്റ് പോസ്റ്റ് എന്ന് അടിച്ച് കഴിയുന്ന ടൈമിൽ ഇവിടെ എന്ത് ചെയ്യും, നമുക്കതിൻ്റെ പാത്ത് ഓൾറെഡി ഇവിടെ കാണിച്ചു. ജസ്റ്റ് എൻ്റർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VS കോഡ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തും മോഡൽസ് ആണെങ്കിൽ അങ്ങനെ, ഫങ്ഷൻസ് ആണെങ്കിൽ അങ്ങനെ എല്ലാം. സോ നമ്മൾ പോസ്റ്റ് ഡാറ്റ എന്ത് ചെയ്യും, ഇവിടെ എത്തും. എത്തും. ഓക്കെ, എത്തുന്ന ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പോസ്റ്റ് ഡാറ്റയെ ഷോ ചെയ്യിപ്പിക്കണം ഹോം പേജിൽ. ഓക്കെ, ഷോ ചെയ്യിപ്പിക്കാനുള്ള ഒരു കോഡ് എഴുതി. ഈ ഇമേജ് ഞാൻ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റിൻ്റെ തന്നെ ഇമേജ് ഷോ ചെയ്യിപ്പിക്കാനുള്ളൊരു കോമ്പണൻ്റ് ഉണ്ട്, ഇമേജ്. ഓക്കെ, ആ ഇമേജാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് ഈ ഇമേജ് ഒന്ന് നോക്കി നോക്കൂ. ഇമേജിൽ വരുന്ന URL അല്ല, ഇമേജിൻ്റെ അണ്ടറിൽ, ഡാറ്റേൻ്റെ അണ്ടറിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന URL ഇതാണല്ലോ നമുക്ക് ഇമേജാക്കി ഷോ ചെയ്യിപ്പിക്കാനുള്ളത്. പക്ഷേ ഇവിടെ /uploads മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ /uploads മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇമേജ് കാണില്ലല്ലോ. കൂടെ എന്ത് ചെയ്യണം, ഈ localhost 1337 എന്ന ഡൊമൈൻ നെയിം എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്ട്. ഓക്കെ, localhost 1337 /uploads. ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഇമേജ് അവിടെ ഷോ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യണം, നമ്മൾ API എൻഡ് പോയിൻ്റ് വഴി വരുന്ന ഈ ഡാറ്റയുടെ കൂടെ, ഈ ഇമേജ് URLൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ ഡൊമൈൻ നെയിം കൂടെ അപ്പൻഡ് ചെയ്യണം. സോ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യണേ. യൂട്ടിൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. യൂട്ടിൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അണ്ടറിൽ ജനറേറ്റ് ഇമേജ് URL.ts ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇമേജ് URL ജനറേറ്റ് ചെയ്യാണ്. ജനറേറ്റ് അല്ല, അപ്പൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് വരുന്ന ഇമേജ് URLൻ്റെ കൂടെ എന്ത് ചെയ്യും, സ്ട്രാപ്പിൽ നിന്ന് വരുന്ന ഇമേജ് URLൻ്റെ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഡൊമൈൻ നെയിം, അതായത് സ്ട്രാപ്പ് റൺ ചെയ്യുന്ന പോർട്ടില്ല, localhost :1337/ ആ ഒരു
URL എന്ത് ചെയ്യും, അപ്പൻഡ് ചെയ്യും. അതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ ഈ ലോക്കൽ ഹോസ്റ്റ് 1337 എന്ന URL നമുക്ക് ഇവിടെ എൻകോഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഒന്നെങ്കിൽ ഇവിടെ എൻകോഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ വലിയ പ്രൊജക്റ്റ് ആയിരുന്ന ടൈമിൽ നമുക്ക് URL ചിലപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ടൈമിൽ വേറെ ഡൊമൈൻ നെയിമൊക്കെ വാങ്ങും. അപ്പോൾ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 1337 എന്നുള്ള ഡൊമൈൻ നെയിം മാറ്റിയിട്ട് ചിലപ്പം API.xyz.com ആ ഒരു ഡൊമൈൻ നെയിമിലേക്ക് മാറുന്ന ടൈമിൽ കോഡിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് മീൻസ് അതിന് പകരമാണ് എന്ത് ചെയ്യുന്നത്, env.local എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ എൻകോഡ് ചെയ്യാം. env.local ഞാൻ എന്ത് ചെയ്യുന്നു, ലോക്കൽ ഹോസ്റ്റ് 1337 കൊടുക്കുകയാണേ. ഓക്കെ, സോ എന്ത് ചെയ്യും, ജനറേറ്റ് ഇമേജ് URL എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതി അതിനകത്ത് എന്ത് ചെയ്ത് ഈ ഡൊമൈൻ URL എന്ത് ചെയ്ത് ഈ ഒരു URL എന്ത് ചെയ്യും, ഇവിടെ കിട്ടും, ഡൊമൈൻ URL കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രാപ്പിൽ നിന്ന് വരുന്ന /uploads മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമേജിൻ്റെ URL ഇവിടെ അപ്പൻഡ് ചെയ്യും. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും. അതിനുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണിത്. അതെവിടെ കൊടുത്തെന്ന് നോക്കിയാൽ മതി. ഇമേജിന് നമുക്കൊരു SRC കൊടുക്കണമല്ലോ. SRC വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇമേജ് ഷോ ചെയ്യുക. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, ഈ വരുന്ന പോസ്റ്റ് ഡാറ്റയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കൺസോൾ ചെയ്ത് കാണിക്കാം. ലിങ്ക് ഓക്കെ, പോസ്റ്റ് ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അറേ ആയിട്ടാണ് വന്നത്. അതായത് 2 പോസ്റ്റുകളുണ്ടല്ലോ. സോ 2 പോസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്, അറേൻ്റെ അകത്ത് 2 ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 2 പോസ്റ്റിനും എന്ത് ചെയ്ത്, ഈ അറേനെ നമ്മൾ മാപ്പ് ചെയ്ത് ഓരോ പോസ്റ്റ് കിട്ടി. ആ ഓരോ പോസ്റ്റിന് അണ്ടറിൽ എവിടെയുള്ളത്, ഇമേജിനുണ്ടോ, ഇമേജിലടുത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടോ, ഈ ഇമേജിനകത്ത് ഒബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇമേജിൻ്റെ അകത്ത്, ഡാറ്റേൻ്റെ അകത്ത്, ആട്രിബ്യൂട്ട്സിൻ്റെ അകത്ത്, URLൻ്റെ അകത്ത് എന്തുണ്ടാവും, ഇവിടെ നോക്കിയാൽ മതി, /uploads /image. ആ ഇമേജിൻ്റെ ഭാഗത്തും ഉണ്ടാവും, ഇമേജിൻ്റെ ഫയൽ നെയിമും ഉണ്ടാവും. ഓക്കെ, ഇതെന്ത് ചെയ്യുകയാണ്, ഇമേജ് URL എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്തു, പാസ് ചെയ്തു. സോ ദാറ്റ് ഇവിടെ എത്തി. ഇവിടെ എന്ത് ചെയ്തു, ഇത് നമ്മുടെ ഡൊമൈൻ നെയിം കൂടെ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തു. ശേഷം എന്ത് ചെയ്ത്, അത് റിട്ടേൺ ചെയ്തു. മൊത്തത്തിലുള്ള URL റിട്ടേൺ ചെയ്യും. മൊത്തത്തിലുള്ള URL എന്ന് പറയുമ്പോൾ ഈ ഒരു URL എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇത് ഞാനിവിടെ ഈ ഒരു ഡൊമൈനെ ഞാൻ ഓൾറെഡി എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ കൂടെ സ്ട്രാപ്പിൽ നിന്ന് വന്ന ഈ ഒരു പാത്ത് നെയിം എന്ത് ചെയ്യും, അപ്പൻഡ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതെന്ത് ചെയ്യും, ഇമേജിൻ്റെ SRC ആയിട്ട് ഞാനിവിടെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമേജിന് വിടുത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ HTML സ്റ്റൈലിങ്ങിന് വേണ്ടി കുറച്ച് ചെയ്യുന്നതാണ്. ഈ വിഡ്ത്തും ഹൈറ്റും Next.js ഇമേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ വിഡ്ത്തും ഹൈറ്റും മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യുകയാണ്, പോസ്റ്റിൻ്റെ ടൈറ്റിൽ അവിടെ വരുന്നുണ്ടല്ലോ, ടൈറ്റിൽ പോസ്റ്റിൻ്റെ അണ്ടറിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ടൈറ്റിൽ. ഓക്കെ, പോസ്റ്റിൻ്റെ അണ്ടറിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ അണ്ടറിൽ ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ അതും കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ റീഡ്, അതായത് എല്ലാ പോസ്റ്റുകളും അവിടെ ലിസ്റ്റായി കഴിയും. നോക്കാം. ഓക്കെ, ഈ ഒരു എറർ വരും. ഇൻവാലിഡ് SRC പ്രോബ്. ഇങ്ങനൊരു എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് config.js ഇല്ലേ, നെക്സ്റ്റ് config.mjs, ഇവിടെ ഒരു നെക്സ്റ്റ് കോൺഫിഗ് കണ്ടില്ലേ, module.export. ഈ നെക്സ്റ്റ് കോൺഫിഗിൽ എന്ത് ചെയ്തു, നമ്മൾ വരുന്ന ഇമേജിൻ്റെ പാത്തിൻ്റെ പ്രോട്ടോക്കോൾ HTTP മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, HTTP ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, HTTP ഹോസ്റ്റ് നെയിം എന്ത് ചെയ്തു, ലോക്കൽ ഹോസ്റ്റ് എന്നാണ് ഈ ഇമേജ് വരുന്നത്. അതായത് ഇമേജിൻ്റെ പാത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത്, /uploads ലോക്കൽ ഹോസ്റ്റ് പോർട്ട് 1337, ലോക്കൽ ഹോസ്റ്റ് 1337 അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറീൻ്റെ അണ്ടറിൽ
ആണ് ഈ ഇമേജിൻ്റെ പാത്തുകളൊക്കെ എന്ത് ചെയ്യുക വരിക. ഈ ഇമേജിൻ്റെ പാത്തുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും വരാമെന്നുള്ളത്. അങ്ങനെ ആണ് ഇമേജിൻ്റെ പാത്തുകൾ അവിടെ വരുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ 2 പോസ്റ്റ് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 2 പോസ്റ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സ്റ്റൈൽ അത്ര കറക്റ്റ് അല്ല. ഓക്കെ, സോ നമ്മളിവിടെ ബൂട്ട് സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല, ജസ്റ്റ് കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. npm install bootstrap ഇൻസ്റ്റാൾ ആക്കി. സോ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്തു, ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഏറ്റവും ടോപ്പിലായിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് താഴെ വേണം നമ്മുടെ ആപ്പിന് ആവശ്യമായ ഗ്ലോബൽ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ. ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈൽ ആഡ് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെ കണ്ടെയ്നർ, മാർജിൻ ടോപ്പ് 5, കണ്ടൻറ്റ്, അതിൻ്റെ അണ്ടറിൽ റോ, കോളം. ഇത് ബൂട്ട്സ്ട്രാപ്പ് CSS പഠിക്കുന്ന മേലെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല. ഇത്രയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ കണ്ടിന്യൂ റീഡിങ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതായത് ഓരോ പോസ്റ്റിൻ്റെ സിംഗിൾ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകണ്ടേ. ഓരോ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകണം. സോ ദാറ്റ് മീൻസ് ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആട്രിബ്യൂട്ട് പോസ്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് സ്ലഗ്. അത് നേരത്തെ വന്ന് സ്ലഗ്, ഈ ഒരു സ്ലഗില്ലേ, ഈ ഒരു സ്ലഗിലേക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലഗ് എന്ന് പറഞ്ഞ പാത്തിലേക്ക് പോകണം, ഫസ്റ്റ് പോസ്റ്റ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവിടെ 404 കാണിക്കുന്നു, കാരണം അങ്ങനെ ഒരു പേജ് ഇല്ല. ആപ്പിൻ്റെ അണ്ടറിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേജ് അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, സോ നമുക്കൊരു പോസ്റ്റ് ഡീറ്റെയിൽസ് പേജ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത് സ്റ്റാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റിൻ്റെ സ്ലഗുകൾ ഇങ്ങനെ മാറി വരും. ദാറ്റ് മീൻസ് ഒരു ഡൈനാമിക് പേജാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ ഡൈനാമിക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസിൻ്റെ പേജ്, പോസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ ഡാറ്റ കിട്ടണ്ടേ, ഓരോ പോസ്റ്റിൻ്റെയും ഡാറ്റ അതെന്ത് ചെയ്യണം, കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ക്വറി എഴുതണം. ഓക്കെ, സോ ആപ്പ് സർവീസിൻ്റെ അണ്ടറിൽ ക്വറി, പോസ്റ്റ് ഡീറ്റെയിൽസ് ക്വറി, ഇതാണ് ഈ ക്വറി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫിൽറ്റർ ചെയ്തെടുക്കും. നമ്മൾ നേരത്തെ പോസ്റ്റ് മൊത്തം കിട്ടി, മൊത്തത്തിലുള്ള പോസ്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ക്വറീൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫിൽറ്റർ കൂടെ ആഡ് ചെയ്തു. ഫിൽറ്ററിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്ലഗ്, അതായത് ഒരു സ്ലഗ് ഞാൻ പാസ് ചെയ്യും. ഈ ക്വറീൻ്റെ അകത്തേക്ക് ഞാനൊരു സ്ലഗ് പാസ് ചെയ്യും. ഏത് സ്ലഗ്, ഇവിടെ വരുന്ന ഈ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ലഗ് എന്ത് ചെയ്യും, ഈ ക്വറീൻ്റെ അകത്തേക്ക് പാസ് ചെയ്യും. ഈ സ്ലഗ് എന്ത് ചെയ്യും, ഈ ക്വറി എന്ത് ചെയ്യും, നേരെ സ്ട്രാപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യും. സ്ട്രാപ്പിലൂടെ പോയിട്ട് ചെക്ക് ചെയ്യും, എന്താ ഇങ്ങനെ ഒരു സ്ലഗുള്ള പോസ്റ്റ് ഇവിടെ ഉണ്ടോ, ആ പോസ്റ്റ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള ക്വറിയാണ് ഞാൻ ഇവിടെ എഴുതിയത്. സോ അതെന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ഫംഗ്ഷനും കൂടി എഴുതണം. ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടി എഴുതാണ്ട് API സർവീസിൻ്റെ അകത്ത് ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് ഈ ക്വറി എന്ത് ചെയ്യുന്നു. സോ പോസ്റ്റ് ഡീറ്റെയിൽസ് ക്വറി കോൾ ചെയ്യാണ്. പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡീറ്റെയിൽസ് ക്വറി വെച്ചിട്ട് ഈ GraphQL എൻഡ് പോയിന്റിലേക്ക് കോൾ ചെയ്യുന്നു. കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിളിനകത്ത് നമ്മൾ സ്ലഗ് പാസ് ചെയ്യുന്നുണ്ട്. ഏത് സ്ലഗ്, ഈ സ്ലഗ് കൂടെ പാസ് ചെയ്താൽ എന്താവും, ഈ ഫസ്റ്റ് ഹൈഫൺ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ലഗ് കൂടെ പാസ് ചെയ്താൽ എന്താവും, നമ്മുടെ ബ്ലോഗിൻ്റെ ഡാറ്റ കിട്ടും. ഓക്കെ, ഓരോ സിംഗിൾ ബ്ലോഗിൻ്റെ ഡാറ്റ അതെങ്ങനെ വരിക വെച്ചാൽ റെസ്പോൺസിന് അണ്ടറിൽ പോസ്റ്റിന് അണ്ടറിൽ ഡാറ്റ ഒരു അറയാണ് വരിക. ഡാറ്റ എന്ന് പറഞ്ഞ ഒരു അറ വരും. അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത് ചെയ്യുക, ആ സിംഗിൾ പോസ്റ്റ് ഡാറ്റ മൊത്തം ഉണ്ടാവുക. ഓക്കെ, ഇത് എവിടെ നിന്ന് കോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യും, ആപ്പിൻ്റെ അണ്ടറിൽ ആപ്പ് ഡയറക്ടറിയിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ലഗ് ഡൈനാമിക് പേജാണ്. ഈ സ്ലഗ് എന്ത് ചെയ്യും, ഞാനിവിടെ പേര് കൊടുത്തതെന്ന് ചെക്ക് ചെയ്യണം. ഞാനിവിടെ വെറും സ്ലഗ് എന്നല്ല കൊടുത്തത്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്ലഗ് എന്നാണ് കൊടുത്തത്. ദാറ്റ് മീൻസ് ആ സ്ലഗ് മാറി ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ്, തേർഡ് പോസ്റ്റ്, 1 2 3 ABC 1 2 3 അങ്ങനെ പലതും സ്ലഗ് മാറി 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 വരും. നമ്മളവിടെ സ്ട്രാപ്പിൽ ഏത് സ്ലഗാണ് കൊടുക്കുന്നത് ആ ഒരു സ്ലഗാണ് ഇവിടെ കിട്ടുക. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യും, page.tsx ഫയൽ ക്രിയേറ്റ് ചെയ്തു. പണ്ടത്തെ സ്ട്രാപ്പി വേർഷൻ, പഴയ വേർഷൻ ആണെങ്കിൽ index.tsx ആയിരുന്നു വേണ്ടത്. പക്ഷേ പുതിയ വേർഷനിൽ page.tsx എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, പുതിയ വേർഷനിലല്ല, ആപ്പ് റൂട്ടറിൽ. പേജ് റൂട്ടർ ആണെങ്കിൽ index.tsx തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് ആപ്പ് റൂട്ടർ ആയതുകൊണ്ട് page.tsx ആണ് കൊടുക്കുന്നത്. ഓക്കെ, ചെറിയ മാറ്റം, ഇൻഡെക്സിന് പകരം പേജായി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് തൽക്കാലത്തേക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് കയറാം ഫസ്റ്റ് പോസ്റ്റ്. യെസ്, ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ പേജിൻ്റെ അകത്ത് എന്ത് ചെയ്ത് ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഈ പേജിനകത്തേക്ക് കയറുമ്പോൾ ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. വിത്ത് എന്ത് ചെയ്യും, params.slug എന്താ കിട്ടുക, ഫസ്റ്റ് ഹൈഫൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ URL അല്ലേ, ഈ URL എവിടെ എത്തും, params.slugൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഈ സ്ലഗ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഗ്രാഫ്ക്യൂലിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും, നമ്മുടെ API GraphQL എൻ പോയിൻറ്റിലേക്ക് റിക്വസ്റ്റ് പോകും. വിത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാഫ്ക്യൂലിൻ്റെ കൊറിയും വന്ന വേരിയബിളും എല്ലാം കൂടെ. ഓക്കെ, സോ അവിടെ നിന്ന് ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, റിട്ടേൺ കിട്ടും. ഈ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ടൈറ്റിൽ മാത്രമേ വന്നുള്ളൂ, കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് കണ്ടൻറ്റ് കാണിക്കണമെങ്കിൽ നമുക്കിതൊന്ന് കൺസോൾ ചെയ്തോ. ഈ ഡാറ്റ പോസ്റ്റ് ഡീറ്റെയിൽസിൽ കണ്ടൻറ്റ് അകത്ത് എന്താ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ല വന്നേ. ഇവിടെ നോക്കിയേ, കണ്ടൻറ്റിൻ്റെ അകത്ത് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ സ്ട്രാപ്പി സ്ട്രക്ചർ ചെയ്തത്, സ്ട്രാപ്പിയുടെ റിച്ച് ടെക്സ്റ്റ് ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡാണ് നമ്മളവിടെ ആഡ് ചെയ്തത്, കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് അത് ഈ ഒരു ഫോർമാറ്റിലാണ് ഡാറ്റ റിട്ടേൺ ചെയ്യുന്നത്. അത് ഫ്രണ്ട് എൻഡിൽ ഷോ ചെയ്യിപ്പിക്കാനായിട്ട് സ്ട്രാപ്പി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പണൻറ്റ്. സ്ട്രാപ്പി/ബ്ലോക്ക് റിയാക്ട് റെൻഡർ എന്ന് പറഞ്ഞാൽ ഈ പാക്കേജ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ആക്കണം. ഈ പാക്കേജ് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് സ്ട്രാപ്പിൽ നിന്ന് വരുന്ന റിച്ച് ടെക്സ്റ്റിൻ്റെ ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് എൻഡിൽ ഷോ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഞാനത് ഇൻസ്റ്റാൾ ആക്കി. അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പിലേക്ക് എന്ത് ചെയ്ത് നമ്മൾ വന്ന കണ്ടൻറ്റ് ഇല്ലേ, ആ അറേ ഓഫ് ഒബ്ജക്റ്റ് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ കണ്ടൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ബ്ലോഗിൻ്റെ സ്ട്രക്ചർ റെഡി ആയി. ദാറ്റ് മീൻസ് ഒരു ഹോം പേജ് ഉണ്ട്, ഹോം പേജിൽ ആ ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, 2 ബ്ലോഗ് പോസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. ഓരോ ബ്ലോഗ് പോസ്റ്റിനും കണ്ടിന്യൂ റീഡിങ് കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, എവറിത്തിങ് ഈസ് ഡൺ. ഇനി നമ്മൾ ഈ ആപ്പ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. npm run build ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പോകുന്ന ടൈമിൽ ബാക്കി വെബ്സൈറ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ സെർവറിൽ പോവുക. ഈ റിക്വസ്റ്റ് കൊണ്ട് നേരെ എന്ത് ചെയ്യും, ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ പേജിൽ പോകുമ്പോൾ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ പേജിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകുന്ന ടൈമിൽ ഇവിടെ ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് കോൾ ചെയ്യുന്നതാണ്. ലോഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് കോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഡീറ്റെയിൽസ് കൊറിയും കൊണ്ട് ഈ സ്ലഗ് കൊണ്ട് നേരെ GraphQL എൻ പോയിൻറ്റിലേക്ക് എന്ത് ചെയ്യും, റിക്വസ്റ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഡാറ്റ എടുത്ത് ഈ ഡാറ്റ
എന്ത് ചെയ്യണം, ഫ്രണ്ട് എൻഡിലേക്ക് എടുത്ത് കൊണ്ടുവരിക ചെയ്യുന്നത് ബാക്കിയുള്ള ടെക്നോളജി, വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ടെക്നോളജികൾ. പക്ഷേ നെക്സ്റ്റ് ജേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള പേജുകൾ എന്ത് ചെയ്യും, സെർവറിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഏത് ടൈമിൽ? ഒന്ന് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ. നമ്മൾ ഓരോ പ്രാവശ്യം സെർവറിലേക്ക് ബിൽഡ് റിക്വസ്റ്റ് കൊടുക്കില്ലേ, നമ്മൾ അതായത് വെബ്സൈറ്റിൻ്റെ ഓണർ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു, എല്ലാ പേജ് ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ്, തേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ബ്ലോഗുകൾ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ എല്ലാം ഈ ഒരു പേജ് മൊത്തം ഡാറ്റാബേസിൽ പോയി ഡാറ്റ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനൊരു ഫുൾ പേജ് അവിടെ ബിൽഡ് ചെയ്തിട്ട് അവിടെ വെക്കുക. HTML CSS ഒക്കെ ആക്കിയിട്ട് അവിടെ വെക്കുക. ഓരോ പേജുകൾ, ഒരു 1000 ബ്ലോഗ് പോസ്റ്റ് ഉണ്ടെങ്കിൽ 1000 പേജ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേയ്സ് അവിടെ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഇവിടെ കൊടുക്കുന്ന ടൈമിൽ നെക്സ്റ്റ് ഡേയ്സ് നേരെ പോയി സെർവറിൽ പോകുന്നു, സെർവറിൽ നിന്ന് ആ പേജ് എടുത്ത് നേരെ കൊണ്ടുവരുന്നു. ഡാറ്റാബേസും ആയിട്ട് ഒരു കണക്ഷനും വരുന്നില്ല. ഓക്കെ, ഡാറ്റാബേസിലേക്ക് പിന്നെ ആവശ്യമില്ല, കാരണം ഡാറ്റ ഓൾറെഡി എടുത്ത് അവിടെ ഫെച്ച് ചെയ്ത് അവിടെ പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് ഡേയ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ ഇവിടെ നോക്കിയേ, സ്റ്റാറ്റിക്കലി ഒരു പേജും ക്രിയേറ്റ് ചെയ്തില്ല. കാരണം നമ്മൾ കേസിൽ എന്താ, ഓരോ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിലും ഡാറ്റാബേസിൽ പോയി ഡാറ്റ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഫ്രണ്ട് എൻഡിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയ്സ് നമ്മളിവിടെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കാര്യമില്ല. പക്ഷെ കാര്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജനറേറ്റ് സ്റ്റാറ്റിക് പാരംസ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഇവിടെ ആഡ് ചെയ്യണം. ജനറേറ്റ് സ്റ്റാറ്റിക് പാരംസ്, അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്ട്രാപ്പിലുള്ള എല്ലാ ബ്ലോഗ് പോസ്റ്റുകളും എന്ത് ചെയ്യണം, ബിൽഡ് ടൈമിൽ തന്നെ ഒരു പേജാക്കി, ഓരോ സിംഗിൾ പേജുകളാക്കി എന്ത് ചെയ്യണം, സെർവറിൽ സ്റ്റോർ ചെയ്തൊക്കെ പറ്റണം. അതാണ് ജനറേറ്റ് സ്റ്റാറ്റിക് പാരംസ്. അതായത് സ്റ്റാറ്റിക് പേജസ് എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം ഓൾറെഡി. യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആദ്യമേ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് പോയി ആ ഒരു HTML ഫയൽ എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ഡാറ്റാബേസിലും ഡാറ്റ പോയി തപ്പി അതിന് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണമല്ലോ, നമുക്ക് എല്ലാ പാത്തുകളും കിട്ടണ്ടേ. എല്ലാ പാത്തുകളും കിട്ടിയാലുള്ളൂ നമുക്ക് എല്ലാ പേജുകളും ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. സെക്കൻഡ് പോസ്റ്റിന് കുറേ, തേർഡ് പോസ്റ്റ്, കുറേ പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡാറ്റ എന്ത് ചെയ്യണം, സ്ട്രാപ്പിൽ പോയിട്ട് ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പേജ് ഉണ്ടാക്കി വെക്കണം. അതായത് യൂസർ ആക്സസ് ചെയ്യുന്ന ടൈമിലല്ല, ബിൽഡ് ചെയ്യുന്ന ടൈമിലോ, പിന്നെ വേറൊരു റീവാലിഡേഷൻ ടൈം, അത് ഞാൻ പിന്നെ പറയാം. ഈ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, എല്ലാ പേജിലും എല്ലാ ബ്ലോഗ് പോസ്റ്റും എടുത്തുകൊണ്ട് വന്ന് അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു മൊത്തം പേജിൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുക, ക്രിയേറ്റ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് എല്ലാ പാത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ പാത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പാത്ത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ആക്സസ് ചെയ്തിട്ട് ആ പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ദാറ്റ് മീൻസ് എല്ലാ പാത്തും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ലോഡ് പോസ്റ്റ് പാത്ത്. എല്ലാ പോസ്റ്റിൻ്റെയും പാത്ത് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അവിടെയും എന്ത് ചെയ്യണം, ഒരു കൊറി ആവശ്യമുണ്ട്. ഏത് കൊറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മൊത്തം കിട്ടാനുള്ള കൊറിയില്ലേ, അതായത് എല്ലാ പോസ്റ്റിനും ഹോം പേജിൽ കാണിക്കാൻ വേണ്ടിയുള്ള കൊറി. അവിടെ നമുക്ക് ഈ ഡാറ്റ എല്ലാം വേണ്ടിയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഹോം പേജിൽ. പക്ഷേ ഇവിടെ നമുക്ക് സ്ലഗ് മാത്രം മതി. ഈ സ്ലഗ് സെയിം ഫംഗ്ഷനാണ്, പക്ഷേ ആട്രിബ്യൂട്ട്സിന് അണ്ടറിൽ സ്ലഗ് മാത്രം മതി. ഓക്കെ, ആട്രിബ്യൂട്ട്സിന് അണ്ടറിൽ സ്ലഗ് മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സ്ലഗുകൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. എങ്ങോട്ട്, ജനറേറ്റ് സ്റ്റാറ്റിക് പാരംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക്. ഇത് നെക്സ്റ്റ് ഡേയ്സിലുള്ള ഒരു ഫീച്ചറാണ്. ജനറേറ്റ് സ്റ്റാറ്റിക് പാരംസ് എന്ന് തന്നെ പേര് കൊടുക്കണം. സോ ഈ പോസ്റ്റ് പാത്തിൽ എന്ത് ചെയ്യും, എല്ലാ പോസ്റ്റിനും സ്ലഗുകൾ മാത്രമേ ഉണ്ടാവും. ഫസ്റ്റ് ഒരു ഈ പോസ്റ്റ് പാത്തിൻ്റെ അണ്ടറിൽ എന്തുണ്ടാവും, ഒരു അറേ ഉണ്ടാവും. ഉള്ളിൽ എന്തുണ്ടാവും, ഒരു അറേ ഉണ്ടാവും. ആ അറേൻ്റെ അകത്ത് എന്തുണ്ടാവും, എല്ലാ പോസ്റ്റിൻ്റെയും പാത്തുകളുണ്ടാവും. ഇനി നമുക്കൊന്നുകൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പേജുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും,
ബിൽഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ എല്ലാ പേജുകളും നമ്മുടെ Next.js ആപ്പിൻ്റെ സെർവറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഒരാൾ പേജ് ഈ ഫസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണ്ട, ഡാറ്റാബേസ് പോയിട്ട് ഡാറ്റ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ലോക്കലി നമ്മൾ റൺ ചെയ്യുമ്പോഴുള്ള കാര്യമല്ല. ഇവിടെ ഇപ്പം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നേരെ ഡാറ്റാബേസ് പോയിട്ട് തന്നെയാണ് ഡാറ്റ എടുത്തുകൊണ്ട് വരിക. ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു MySQL ഡാറ്റാബേസില്ലേ ഇവിടെ, അതായത് സ്ട്രാപ്പിൽ പോയി സ്ട്രാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് MySQL ഡാറ്റിൻ്റെ ഉള്ളിൽ പോയി ഡാറ്റ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ലോക്കലി റൺ ചെയ്യുന്ന ടൈമിൽ. ഇനി ഇവിടെ ബിൽഡ് ചെയ്ത് സെർവറിൽ നമ്മൾ ഈ നമ്മുടെ Next.js ആപ്പ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ ഇപ്പോഴത്തെ കേസിൽ എന്ത് ചെയ്യും, സ്റ്റാറ്റിക്കലി എന്ത് ചെയ്യും, എല്ലാ പോസ്റ്റുകൾക്കും ആവശ്യമായ പേജ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി. എന്നിട്ട് ഓരോ റിക്വസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, ആ പേജുകൾ നേരെ പോയി പേജ് ഫെച്ച് ചെയ്ത് തിരിച്ചു കൊണ്ട് കാണിക്കും. ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ വരുന്നില്ല. ഓക്കെ, പക്ഷേ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഈ പേജ് ജനറേറ്റ് ചെയ്താൽ മതിയോ? പോരാ. കാരണം നമ്മൾ സ്ട്രാപ്പിലൂടെ എല്ലാം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ബിൽഡൊന്നും ആവുന്നില്ല. എല്ലാ ബിൽഡുകളൊക്കെ കഴിഞ്ഞു, എല്ലാ പേജുകളും ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു തേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് പോസ്റ്റിന് വരാൻ തേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. പക്ഷേ അത് നമ്മുടെ Next.jsൻ്റെ സെർവറിൽ എന്ത് ചെയ്യില്ല, സ്റ്റാറ്റിക്കലി ബിൽഡ് ചെയ്ത് വെക്കില്ല. അത് ഇവിടെ തേർഡ് പോസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലി കിട്ടും, പക്ഷേ നമ്മുടെ സെർവറിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ഡിപ്ലോയ് ചെയ്ത വേർഷനിൽ എന്ത് ചെയ്യില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു പാത്ത് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. സോ എന്ത് ചെയ്യും, ഒരു റീവാലിഡേഷൻ ടൈം കൊടുക്കണം. ഓക്കെ, എക്സ്പോർട്ട് കോൺസ്റ്റ് റീവാലിഡേറ്റ് 60 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ 60 സെക്കൻഡ്സ് 60 സെക്കൻഡിൽ, അതായത് ഓരോ മിനിറ്റിലും എന്ത് ചെയ്യും, എല്ലാ ബ്ലോഗ് പോസ്റ്റിലും കയറി എല്ലാ ബ്ലോഗ് പോസ്റ്റിൻ്റെ സ്ലഗും വെച്ച് യൂസ് ചെയ്ത് ഈ ഓരോ പോസ്റ്റിന് വേണ്ട സ്ലഗ്, അതായത് തേർഡ് പോസ്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് ഇവിടെ കൊടുക്കുക, സെക്കൻഡ് പോസ്റ്റ്, തേർഡ് പോസ്റ്റ്, ഈ 3 പേജ് എന്ത് ചെയ്യും, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുക അവിടെ ഓരോ 1 മിനിറ്റിലും, അതായത് ഓരോ 60 സെക്കൻഡിലും. ഈ ടൈം പീരീഡ് നമുക്ക് മാറ്റാം. കാരണം ഇപ്പോൾ ബ്ലോഗിൻ്റെ ഒക്കെ കേസിൽ മീൻസ് ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ബ്ലോഗിൽ പോസ്റ്റുകൾ റയറായിട്ട് ആണ് അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഒരു ടൈം പീരീഡ് നമുക്ക് കുറച്ച് വെക്കാം. ഇനി മറ്റ് കേസ്, അതായത് ഇപ്പോൾ ന്യൂസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഓരോ 5 മിനിറ്റ്, ഓരോ 1 മിനിറ്റൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ന്യൂസ് അപ്ഡേറ്റ് ആവണം. ഈ ന്യൂസിൻ്റെ സ്ലഗ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആ കേസിൽ നമുക്ക് വേണമെങ്കിൽ 1 സെക്കൻഡ് കൊടുക്കാം. ഓരോ സെക്കൻഡിൽ എന്ത് ചെയ്യാം, ഈ റിവാലിഡേഷൻ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. റിവാലിഡേഷൻ മീൻസ് ഈ ഗെറ്റ് സ്റ്റാറ്റിക് പാരമീറ്റർ, ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഈ പേജുകൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് വെക്കും ഓരോ സെക്കൻഡ് കൂടുമ്പോൾ, ഓരോ മിനിറ്റ് കൂടുമ്പോൾ. ഓക്കെ, സോ നമ്മുടെ ബ്ലോഗ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. Next.js വെച്ചിട്ട് സ്റ്റാറ്റിക് എല്ലാ പേജുകളും സ്റ്റാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കോഡുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കേസുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലോഗിലേക്ക് വേണ്ട ആവശ്യമായ മെറ്റാ ഡിസ്ക്രിപ്ഷൻ, സൈറ്റ് മാപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബ്ലോഗ് സ്ട്രാപ്പി ആൻഡ് Next.js കണക്ട് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു ബ്ലോഗിലേക്ക് ചിലപ്പോൾ ആവശ്യമായ പല ഫീച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്തില്ല, അത് നമുക്ക് വരുന്ന വീഡിയോസിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു ബ്ലോഗ് പോസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗിറ്റബിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഈ സ്ട്രാപ്പി ബ്ലോഗിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Next.js ഫ്രണ്ട് എൻഡിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ യൂസ് ചെയ്യാം. ഞാനിത് യൂട്യൂബിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ലിങ്ക്. ഓക്കെ, താങ്ക് യു.